ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു റൈഡാണ് കേട്ടോ ഇത്. എൻ്റെ മാത്രമല്ല, എന്നിലൂടെ നിങ്ങളുടെയും സ്വപ്നമായി കാണുന്ന ഉംലിംഗിലെയാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. വളരെ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് പിള്ളേരും ഞാനും എല്ലാവരും റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഹാനിലെത്തി ഹോം സ്റ്റേ എടുത്തു. ഹോം സ്റ്റേ എടുത്തത് ഉടനെ തെർമൽ കാര്യങ്ങളൊക്കെ വേറെ ചെയ്തു. നമ്മൾ ഉംലിംഗിലേക്ക് ഇറങ്ങി. തെർമൽ ഇല്ലാതെ നടക്കൂല കേട്ടോ, നിങ്ങളും അത് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് ഉംലിംഗിലേക്കുള്ള യാത്ര ഇവിടെ അങ്ങ് തുടങ്ങാം. യോ ഗായ്സ്, അപ്പൊ നമ്മള് ഹാനിലെ വന്നു ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. ഇതേടാ ജാക്കറ്റിന്റെ മോള്, ഗ്ലൗവിന്റെ മോളില് തെർമൽ ഗ്ലൗ, ജാക്കറ്റിന്റെ മോളില് റൈഡിങ് ജാക്കറ്റിന്റെ മോളില് തെർമൽ ജാക്കറ്റ് എല്ലാം ഇട്ടു. ബസ് എവിടേക്കാണെന്ന്? യെസ്, നമ്മള് ഉംലിംഗിലെ പോവാണ് കേട്ടോ. എവരി റൈഡേഴ്സിന്റെ ഡ്രീം ഉംലിംഗ. ഓക്കെ, അപ്പൊ ഇപ്പൊ സമയം ഏകദേശം നമ്മളൊരു 1:20 ഇറങ്ങിട്ടോ. അപ്പൊ ഏകദേശം 1:30 ആയി. നമ്മൾ വരുമ്പോ പ്ലാൻ ചെയ്തത് 2 എന്നാണ്. നമ്മൾ അരമണിക്കൂർ മുന്നേ ആണ് ഇറങ്ങിയിരിക്കുന്നത്. സോ എങ്ങനെയോ കയറുക എന്നുള്ള രീതിയിലാണ്. ഉംലിംഗ എന്ന പേരില് ഉംലിംഗ കയറുക എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വെരി വെരി എക്സൈറ്റഡ്. വേറെ ഒന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ തന്നെ കാണുക, കണ്ട് ആസ്വദിക്കുക കേട്ടോ. നിങ്ങൾ ഇനി തൊട്ടറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അടുത്ത് തന്നെ ട്രിപ്പ് അടിക്കാൻ നോക്കുക. നെക്സ്റ്റ് ഇയർ ഓർ നെക്സ്റ്റ് സീസണിൽ. ഇപ്പോൾ സീസൺ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല. നെക്സ്റ്റ് സീസണിൽ നിങ്ങൾക്കും ഇത് തൊട്ടറിയാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതോ ആ പീക്കാണ് തോന്നുന്നു. അവിടെ പിള്ളേരെല്ലാം ഒരേ വൈബിലാണ് ഉമ്മിങ്ങാന്ന് വന്നിട്ട്. പക്ഷെ ഒരേ ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1:30 അവിടെ എത്താൻ എങ്ങനെ ഒരു 1.5 മണിക്കൂർ എടുക്കും. അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ കണ്ട് വരുമ്പോഴത്തേക്കും ഹെവി സ്നോ അല്ല, ഹെവി ആയിട്ടുള്ള കോൾഡ് ആയിരിക്കും ഉണ്ടാവുക. അത് മാത്രമാണ് ഒരു പ്രശ്നം. നാളെ നമ്മൾ മിഗില കയറാൻ പറ്റുമോ എന്ന് നോക്കും, ശ്രമിക്കും കേട്ടോ. കയറാൻ പറ്റിയാൽ പിന്നെ ഒന്നും പറയാനില്ല കായ്. പുറത്തെന്ന് പറഞ്ഞാൽ പുറത്തായി. അടുത്ത സീസൺ മുതൽ അത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഇതുവരെ ആരും കയറിയിട്ടില്ല, ആർക്കും അത്ര അറിഞ്ഞു വന്നിട്ടില്ല. സോ നമ്മളായിരിക്കും കയറാൻ പറ്റിയാൽ. ഇപ്പോൾ ഓൾറെഡി ഒരു 2-3 പേര് കയറി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആൾക്കാരായിരിക്കില്ല, കേരളത്തിലെ ആദ്യത്തെ ആൾക്കാരായിരിക്കും നമ്മൾ. അത് സോ എക്സൈറ്റഡ് ആണ്. സോ നമ്മൾ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഉമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിനൊക്കെയല്ലേ ഒരു ലൈക്ക് വേണ്ടത്. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇത് നോക്ക് മോനെ. ഓ അത് നോക്ക്, അവിടെ മഞ്ഞ് ഈ വ്യൂ നോക്ക്. പിള്ളേർ ഈസ് ഓൾസോ വെൽ സെറ്റിൽഡ്. എല്ലാവരും ത്രില്ഡ് അടിച്ചിട്ട് നിൽക്കുകയാണ്. ത്രില്ഡാണ് എല്ലാവരും. തെർമൽ ജാക്കറ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ. അടിയിൽ നമ്മുടെ റൈഡിങ് ജാക്കറ്റ് ഉണ്ട്. മുകളിലെ തെർമൽ ജാക്കറ്റാണ് ഇട്ടേക്കുന്നത്. ഓൾഡസ്റ്റ് റിലീസ് ഓഫ്. ഓ ഇനിയിപ്പോൾ കുറച്ച് ഓഫ് റോഡുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഉംലിംഗ പോകാനുള്ള വഴി ഞങ്ങൾക്കാർക്കും അറിയില്ല. ഇവിടെ പിന്നെ മാപ്പും വർക്കാവില്ല കേട്ടോ. വഴി അറിയില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ ചോദിച്ചു പോവാ. അത് കാരണം വഴി കാണുന്നവരോടെല്ലാവരോടും ഉംലിംഗേക്കുള്ള വഴി ചോദിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ ഈ ചോദിച്ചു പോകുന്നതിന് ഒരു അർത്ഥമില്ലാതെ ആകുന്ന ഒരു സീനുണ്ട് ഗൈസ്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം.
മഴയില്ലാത്തത് കൊണ്ടും അതിനോടനുബന്ധിച്ച് വെള്ളപ്പൊക്കം ഇല്ലാത്തത് കൊണ്ടും ഈ കാണുന്ന റോഡിലൂടെ നമുക്ക് ഈസി ആയിട്ട് പോവാം. മഴയായിരുന്നെങ്കിൽ എന്തായാലും വെള്ളപ്പൊക്കം ആയനെ. വെള്ളം കയറി കഴിഞ്ഞാൽ ഇത് റോഡാണോ തോടാണോ എന്ന് പോലും അറിയാത്തൊരു റൈഡായേനെ. എനിക്ക് ഇതാണ് ഇഷ്ടമായത്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുംലിംഗ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ആയി. ഇതുപോലത്തെ ഓഫ് റോഡാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 10-20 ആയില്ല, ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഓഫ് റോഡാണെന്നാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, ഒരുത്തന്തേ പോകുന്നുണ്ട്. ഇതൊന്നും റോഡില്ല. വണ്ടി സസ്പെൻഷൻ എന്താണെന്ന് അറിയാൻ പറ്റിയ റോഡാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, അവിടെ കുറേ ബൈക്കേഴ്സ് നിൽക്കുന്നുണ്ട്. അവരും പോകുന്നുണ്ടോ എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ അവിടെ എത്തിയേ പറ്റൂന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത് കേട്ടോ. ബാക്ക് ഓക്കെയാണ്. ഫ്രണ്ട് മക്കളെ നടക്കില്ല. എടാ നിക്ക്. എന്തായി? അത് ട്രാക്ഷൻ അല്ല, പണിയല്ല, അത് ട്രാക്ഷൻ്റെ എന്തോ പ്രശ്നമാണ്. മിസ്സിംഗ് തോന്നുന്നത് അത് ട്രാക്ഷനാണ്. ഞാനും ആദ്യം മിസ്സിംഗ് ആണ് വിചാരിച്ചു. ഈ ടയറും നിലവും തമ്മിൽ മുട്ടാത്തോണ്ടുള്ള പ്രശ്നമാണ്. ശരി, വാ നീ സ്റ്റാർട്ട്, ഞാൻ ബാക്കി വരാം. ഇതെന്താണ്? ഓക്കെ കിട്ടോ. ഇർഫാൻ വണ്ടി നിർത്തിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു, ഇനിയിപ്പോൾ പണി കിട്ടിയോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അത് പണിയല്ലായിരുന്നു. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സംഭവം വണ്ടി പോകുമ്പോൾ റിയർ വീലും സർഫസും തമ്മിലുള്ള ഗ്യാപ്പ് വരുന്ന കാരണം ട്രാക്ഷൻ അറിയാത്തത് കൊണ്ടാണ് ഇഞ്ചിൻ മിസ്സിങ് പോലെ ഫീൽ ആവുന്നത്. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ റൈഡേഴ്സ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. കുംലിംഗിലെ പോയി തിരിച്ചു വന്നവരാണെന്ന് വിചാരിക്കുന്നു. അവൻ്റെ മിസ്സിങ് അടിക്കുന്നു. മിസ്സിങ് അതാ ട്രാക്ഷൻ്റെ എന്താ പ്രശ്നമാണ്. അവൻ മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മിസ്സിങ് ഇല്ല. അത് ആ ട്രാക്ഷൻ്റെയാണ്, ടയർ പൊങ്ങണേൻ്റെ. മൊത്തം അത് മിസ്സിങ് അല്ലടാ, അത് ഈ ടയർ ഞങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ടത്. അതുണ്ടാവൂടാ, അത് ആ റോഡിൻ്റെ ആ ഇത് അങ്ങനെയാണ്. നീ ഓഫ് റോഡ് വണ്ടിയല്ലല്ലോ. അതാരണ്ടാ മുന്നേ കണ്ട ഗ്യാങ്ങിലെ ആരോ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കേറ്.
ഇപ്പൊ പോയ മിന്നലിനെ എന്തായാലും ഞങ്ങൾ കണ്ടില്ല. ഇതിന് ശേഷം 1-2 പേര് ഞങ്ങളെ ക്രോസ് ചെയ്ത് പോയി. ബാക്കപ്പിനുള്ള പിക്കപ്പ് വാന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഈ വണ്ടികളെല്ലാം റെന്റഡ് വണ്ടികളാണ്. അതിനുള്ള ബാക്കപ്പാണ് ദോ ആ പോയ പിക്കപ്പ്. നിങ്ങൾക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇങ്ങനെ ഈ റെന്റിന് വണ്ടി എടുത്ത് ബാക്കപ്പിന് വണ്ടിയുമായിട്ട് വരുന്നത്. ഇതൊരു പാക്കേജ് പോലെയാണ്. പല സ്ഥലങ്ങളിലും പല റേറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോകുന്ന സമയത്ത് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വൈബ് കിട്ടുന്നത് ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ക്രൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ആടിയും പാടിയും കഥ പറഞ്ഞും തല്ലടിച്ചും മല്ലടിച്ചും ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ ഉള്ള ആ ഒരു വൈബ് ഈ റെന്റഡ് വണ്ടികളിലൊന്നും കിട്ടില്ല. പിന്നെ ഏറ്റവും വലുത് ഇങ്ങനെ ഒരു സർഫസിൽ ഇങ്ങനെ ഒരു ടെറൈനിൽ നമ്മുടെ ഓൺ വണ്ടി ഓടിക്കുന്ന വൈബും ഫീലും അത് വേറെ തന്നെയാണ്. അത് ഒരു റെന്റഡ് വണ്ടിയിലും കിട്ടില്ല. പക്ഷെ അത് നമുക്ക് ഓപ്ഷൻ ആണ് കേട്ടോ. നമുക്കിവിടെ എത്തുക എന്നുള്ളതാണല്ലോ പ്രയോറിറ്റി. എൻ്റെ മനസ്സിൽ ഇപ്പൊ പോയത് ഇപ്പൊ വെയിലായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. മഴയായിരുന്നെങ്കിൽ സത്യം പറയാലോ ഇവിടെ എല്ലാം നല്ല വെള്ളമായിരിക്കും, വെള്ളക്കെട്ടായിരിക്കും, മറ്റേ ഡാം പോലെ ഇരിക്കും. വെള്ളം ആ കുന്നീന്ന് ഇങ്ങോട്ട് ഒലിച്ചിറങ്ങുന്ന വഴിയാണ് നമ്മൾ ഈ റൈറ്റ് കാണുന്നത്. ഓക്കെ, അവിടെയൊക്കെ വന്നിട്ട് നമ്മുടെ കല്ലും മണലും ചളിയും എല്ലാം അടയും. അപ്പൊ നമ്മൾ റിസ്ക് എടുത്ത് പിന്നെയും നമ്മൾ ഇപ്പോൾ ഓൾറെഡി നമ്മൾ റിസ്ക് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനേക്കാളും റിസ്ക് എടുത്ത് നമ്മൾ വീണ്ടും വണ്ടി ഓടിക്കേണ്ടി വരും. പക്ഷെ അതാണ് ലഡാക്കിന്റെ വൈബ്. പക്ഷെ ഇതും ഒരു വൈബാണ് കേട്ടോ. എനിക്ക് ഇതിനോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈഡിങ് നമ്മുടെ വണ്ടി എങ്ങാനും സ്റ്റക്ക് ആവുക കേടാവുക ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. ഇത് കണ്ടോ, ഇതാണ് വെള്ളം പോകുന്ന സ്ഥലമാണ് ഇത് ഇവിടെയൊക്കെ നമ്മൾ നോർമൽ മഴ ഉള്ള സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കല്ലും മണ്ണും ചളിയും ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് മഴ എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം എന്താന്ന് പറയുക, ഒന്നാമത് തണുപ്പ്, അതിൻ്റെ ഇടയിൽ മഴയും കൂടെ വന്നു കഴിഞ്ഞാൽ ആളി വിളിയാവും. എനിക്ക് ആളി വിളിയൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്കിത് ഈ റൈഡ് അങ്ങോട്ട് ആസ്വദിച്ചങ്ങ് പോവാം. എനിക്ക് ഈ റൈഡാണ് ഇഷ്ടമായത്. നിങ്ങൾക്ക് മഴയാണോ മഞ്ഞാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ നമ്മള് ഫുള്ളായിട്ട് ഓഫ് റോഡ് അടിച്ചടിച്ച് കയറുകയാണ്. ഓക്കെ, അങ്ങനെ ഒരുവിധം വെള്ളമില്ലാത്ത പുഴ ഒഴുകുന്ന സ്ഥലങ്ങളും കല്ലും മണലും കഴിഞ്ഞ് പതുക്കെ ഒരു മല കയറാൻ തുടങ്ങിയതോടുകൂടി നമുക്കൊരു എന്താ പറയാ, പൊന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ഡൊമിനാറിന്റെ പവർ ലോസ് ആവാൻ തുടങ്ങി. ഡൊമിനാർ ഓൾറെഡി ഇങ്ങനത്തെ ടെറൈനിൽ കുറച്ച് പവർ ലോസ് കൂടുതലായിട്ട് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാ വണ്ടികളെക്കാളും പവർ ലോസും കംപ്ലൈന്റും വരുന്നത് ഡൊമിനാറിനാണ്. അതെന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മളിതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്കിതൊന്നും യാതൊരു പ്രശ്നമല്ല. നമ്മളെ പുഷ് ചെയ്തിട്ടാണെങ്കിലും ഉരുട്ടിയിട്ടാണെങ്കിലും നമ്മൾ കയറുമെന്ന് പറഞ്ഞാൽ കയറും. കമ്പനി അത്രേ ഉള്ളൂ. ഇത് കാണും, അതാണ്ട് നമ്മുടെ പിള്ളേര്. ഓഹോ, നമ്മുടെ ഉള്ളിങ്ങനെ പോകുന്ന വഴി വന്നിട്ട് ഓഫ് റോഡ്, കംപ്ലീറ്റ് ഓഫ് റോഡാണ്. നമ്മുടെ ഡൊമിനാർ കുറച്ച് പണി വന്നിട്ട് പിള്ളേർ പറക്കുന്നുണ്ട്. എക്സ്പേർട്സ് നമ്മുടെ ചെക്കനും. ഓക്കെ,
അത് ഇന്റർസെപ്റ്റർ വരുന്നുണ്ട്. ഈ വാലി നോക്കൂ ഗായ്സ്. ഓ പിറകിലെ കാഴ്ച നോക്കൂ ഗായ്സ്. എൻ്റെ പൊന്നെ. ഓ ഓക്കെ, ഫോട്ടോ എടുക്കാൻ സമയമില്ല വേണ്ടി. ഓക്കെ ഗായ്സ്, പിറകിലെ കാഴ്ച കണ്ടോ? കണ്ടോ? പൊളി. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറാം. ലെറ്റ്സ് ഗോ. ഡൊമിനാർ ചെറിയ പണി വരുന്നുണ്ട് കേട്ടോ. ഓഫ് റോഡ് വണ്ടി അല്ലാത്തതുകൊണ്ടായിരിക്കാം. ലൈക്ക് നമ്മുടെ ഈ ഒരു കയറ്റം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. പിന്നെ പമ്പ് ചെയ്തെടുത്തിട്ടാണ് കയറിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ പോകുന്നു ഉംലിംഗ്ല. ഇത്ര അതാ പോകണുണ്ടോ ആ റോഡ് വഴി. അങ്ങനെ ഈ മല കയറണം കേട്ടോ. ഈ മല കയറി ഇറങ്ങി അവിടുത്തെ ഒരു മഞ്ഞുണ്ട്, അവിടെ മഞ്ഞുമല, അവിടെ എത്തണം. ഓക്കെ, സോ ഗായ്സ് സ്റ്റേ ട്യൂൺ. എന്താ പറയാ, നിങ്ങളും എന്താ വളരെ ഇതോടുകൂടി നോക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ കേട്ടോ, ഇങ്ങനത്തെ കർവുകളൊക്കെ നമ്മൾ കയറി ഇറങ്ങി പോണം. ഓക്കെ, പൊളിയായിട്ട്. ഓ വാവ്, ആ വാലി നോക്ക് ഗായ്സ്, ആ വാലി നോക്ക്, അത് നോക്ക്. ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക്? എന്ത് കാഴ്ചയാണ് ഇതിന്ന് പിന്നെ ഇനി വേണ്ടത് എന്താ? നമ്മളിതോ ആ താഴേന്നാണ് വന്നത് കേട്ടോ. ഇത് നോക്ക് എൻ്റെ മോനെ. ഓ പൊളി. ഇന്റർസെപ്റ്റർ കയറുന്നുണ്ട്. ഇന്റർസെപ്റ്റർ റോഡിൽ കുഴിയായിരിക്കും, പക്ഷേ ഓഫ് റോഡ് വരുമ്പോ ഇതിലും കൂടുതൽ എൻജോയ് ചെയ്തൊരു റൈഡ് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇതിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്, അത് നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം. എനിക്കത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറയാ, അത്രയും ഫീലായിരുന്നു. അങ്ങനെ പതിയെ നമ്മൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ടാർ ചെയ്ത റോഡിലേക്ക് കയറി. ആക്ച്വലി ഇതൊരു ഷോർട്ട് കട്ടായിരുന്നു കേട്ടോ ഈ ഓഫ് റോഡ് കയറി വന്നത്. അത് ഏതാണ് റൂട്ട് എന്ന് അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്യൂ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇത്രയും നേരം ചോദിച്ചു പോകുന്നത് നമ്മളായിരുന്നു. ഇപ്പത്തേ ആ ട്രോഫി ഞങ്ങൾ ഈ കാറുകാർക്ക് അങ്ങ് കൊടുത്തു. പുള്ളിക്ക് ആനിലെ എത്തണം. അതിനുള്ള വഴി ഒരാൾ മുന്നോട്ട്, ഒരാൾ പിന്നോട്ട്, ഒരാൾ ഇടത്തോട്ട്, ഒരാൾ വലത്തോട്ട് കാണിച്ചു കൊടുത്തു. മൊത്തത്തിൽ ഞങ്ങൾക്കും വലിയ പിടിയില്ല. എന്നിട്ട് ഞങ്ങൾ നേരെ കയറി ചെന്നത് സ്വർഗത്തിന്റെ കവാടത്തിലായിരുന്നു. ഇത്രയും കാലത്തെ പ്ലാനിങ്ങും തയ്യാറെടുപ്പുകളും എല്ലാം ഈ ഒരു മൂമെന്റിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി കുറച്ച് ദൂരവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഡ്രീം യാഥാർത്ഥ്യമാകും. അതിലേക്ക് ഇനി കുറച്ച് ദൂരങ്ങൾ മാത്രം. ഇത് കണ്ടോ എന്താ തണുപ്പ്. 19,024 അടി മുകളിലാണ് കേട്ടോ. അപ്പോൾ നമ്മള് നമ്മുടെ സെക്കൻഡ് പവർ ലോസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും വണ്ടി പവർ ലോസ് വരുന്നുണ്ട് കേട്ടോ. സെക്കൻഡിലൊന്നും കയറില്ല, ഫസ്റ്റിലേക്ക് കയറുള്ളൂ പതുക്കെ. അത് കണ്ട മക്കളെ, ഉംലിംഗ്ല ഈസ് കോളിംഗ് us. ഓക്കെ, നല്ല തണുപ്പുണ്ട്. ഇത് നോക്ക് മഞ്ഞ് നല്ല മഞ്ഞാട്ടോ. എനിക്ക് പോരെ. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇത് നിങ്ങൾ ഫീൽ ചെയ്യണം, തൊട്ടറിയണം, തണുപ്പ് ഫീൽ ചെയ്യണം. എന്താ ഫീൽ അത്? ഇത് നല്ല തണുപ്പടിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് നല്ല
പവർ ലോസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ആ കാണുന്ന കാഴ്ചക്ക് വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, എത്ര അഡ്വഞ്ചർ വേണേലും ചെയ്യാം. അപ്പൊ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് അറിയാം. ഞാനും കാത്തിരിക്കുകയായിരുന്നു. വെരി എക്സൈറ്റഡ്. ഇവിടെ ഒന്നും രണ്ടിലൊന്നും കയറില്ല കേട്ടോ, ഫസ്റ്റിൽ തന്നെ കയറുള്ളൂ. കേട്ടോ മഞ്ഞ്, അത്ര മഞ്ഞ് വീണ് തുടങ്ങിയിട്ടില്ല. ഓ പൊളിപ്പൊളി. ഇതാണ് പ്രതിഭാസം. അപ്പുറത്ത് മല, സോറി വെയില്, അപ്പുറത്ത് മഞ്ഞ്. 19,000 അടി. നമ്മളിപ്പോ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും മുകളിലായിട്ടോ. ഓ my God. ബസ് നമ്മളിപ്പോ എവറസ്റ്റ് ബേസ് ക്യാമ്പിനേക്കാളും മുകളിലാണ് കേട്ടോ. എൻ്റെ മോനെ, നോർമൽ കേസാണ് ഇട്ടിട്ട് വന്നേക്കണേ. അതുകൊണ്ട് തന്നെ കയ്യിലാണ് നന്നായിട്ട് തണുപ്പടിക്കുന്നത്. നമുക്ക് ഉള്ളിൽ ചെസ്റ്റിനകത്തും കാര്യത്തിനകത്തൊന്നും അടിക്കുന്നില്ല. കാരണം നമ്മൾ 3 ലെയർ തെർമൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് കയ്യിൽ 2 ലെയർ തെർമൽ ഇട്ടിട്ടുണ്ട്. എന്നാലും കയ്യിലേക്ക് നല്ല അടിയായിരിക്കും. കാരണം ഇങ്ങനെ അടിക്കല്ലേ. യോ ഗായ്, ഇത് നോക്ക് മക്കളെ, ഇത് കാണ് നിങ്ങള്. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മഞ്ഞ് റോഡിലൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടും തോറും ചായക്ക് കടുപ്പം കൂടും. അതുപോലെ ഉയരം കൂടും തോറും തണുപ്പ് കൂടി വരുമായിരുന്നു. അതുപോലെ റോഡിലൊക്കെ നിറയെ മഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. എങ്ങാനും അബദ്ധത്തിൽ ആ മഞ്ഞിനകത്തേക്ക് കയറി ചെന്നാൽ ഉറപ്പായിട്ട് നമ്മൾ മൂക്കിൽ മഞ്ഞ് പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കുക. ഈ കാണുന്ന കാഴ്ചകൾ എത്ര മനോഹരമാണോ അതിനനുസരിച്ച് നമുക്ക് ഡേഞ്ചറും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളെല്ലാം ശ്രദ്ധിച്ചു പോവുക. അത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ഗ്യാപ്പിലൂടെ വന്നില്ല, ആ മഞ്ഞിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, ഓബിയസ്ലി നമ്മൾ നിലത്ത് കിടക്കും. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 1000 meter to reach Umlingla. Guys, 1 kilometer only. ഒരേ ഒരു കിലോമീറ്റർ കേട്ടോ, ഒരേ ഒരു കിലോമീറ്റർ. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കിടയിൽ ഒരു ആഡ് വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ആവും? വെറുപ്പാവൂലേ? പക്ഷെ വെറുക്കരുത് കേട്ടോ. ആ ആഡ് വരാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയും ഇനി വരുന്ന വീഡിയോകളും അതിനടുത്ത് വരുന്ന വീഡിയോകളും മിസ്സാവാതെ കാണാൻ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കണേ.
ഗായ്സ്, ഇത്രയും നല്ല കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് വിവരിച്ചു തരേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഈ കാഴ്ചകൾ കണ്ട് ഉംലിങ്ങിലേക്ക് പോകുന്ന എൻ്റെ മനസ്സിൽ ഇപ്പം എന്ത് ഫീലിങ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്. സങ്കടമാണോ, സന്തോഷമാണോ, അത്ഭുതമാണോ, ആശ്ചര്യമാണോ, എന്താണ് ആ ഫീലിങ്സിൻ്റെ പേരെന്ന് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അത്രയും എക്സൈറ്റഡ് ആയിട്ട്, അത്രയും എന്താ പറയുക, വികാരഭരിതനാകുക എന്ന് പറയില്ലേ, അത് പറഞ്ഞാൽ കൂടെ കുറഞ്ഞു പോകും. അത്രയും ഫീലായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. നിങ്ങളിതിവിടെ വന്ന് ഒരു പ്രാവശ്യം ഫീൽ ചെയ്താലേ ഇപ്പം ഈ ഞാൻ പറഞ്ഞു തരുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചിലരെങ്കിലും എന്നെ കളിയാക്കിയേക്കാം, പക്ഷെ ഞാൻ അതിലൊന്നും ബോധേഡല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നില്ല, അതാണ് സത്യം. ശ്രദ്ധിച്ച് മാത്രം വണ്ടി ഓടിക്കാന്ന് നിങ്ങളെ ഉപദേശിച്ച് ഞാൻ ദേ കിടക്കുന്നു. എന്ത് പറയാനാ, മഞ്ഞ് നോക്കി തന്നെ പോയതാ. പക്ഷെ ചെറിയൊരു അശ്രദ്ധ കാരണം നേരെ കയറി ചെന്നത് പുലിമടയിൽ. ഇവിടെ നിന്ന് നേരെ വണ്ടി നിർത്താതെ ഓടിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായാലും വീണേനെ. ഞാൻ കറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി. പക്ഷെ എങ്ങനെ പോകും എന്നുള്ളൊരു സംശയത്തിൽ ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കെ മുന്നോട്ട് പോയി. ജസ്റ്റ് ഒന്ന് സ്കിഡായെങ്കിലും വീണില്ല കേട്ടോ. കുഞ്ഞുനാളിൽ അച്ഛനമ്മമാരോട് അടിയുണ്ടാക്കി കളിപ്പാട്ടം മേടിച്ച് കളിക്കുന്ന ഒരു കുസൃതി കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും. ആ ഒരു കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോയിട്ടാണ് ഞാൻ ഉംലിങ്ങയിലേക്ക് കയറിയത്. ആ ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഉംലിങ്ങയിൽ നിന്നത്. അങ്ങനെ പറയാനേ എനിക്ക് പറ്റുന്നുള്ളൂ. അറ്റ് ലാസ്റ്റ് ഞാനും എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തു ഗൈസ്. ഓക്കെ ഗായ്സ്, $19,024 ഫീറ്റ്, ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ്. വെൽക്കം യു ടു ഉംലിംഗ. 19,224 ഫീറ്റ്, ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ്. ഗൈസ്, ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയ കളിപ്പാട്ടം പോലെയാണ് എനിക്ക് ഉംലിംഗ ഫീലായത്. അത്രയും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സുമായിട്ടാണ് ഞാൻ ഉംലിംഗിൽ നിന്നത്. എത്ര തയ്യാറെടുപ്പുകൾ, എത്ര യാത്രകൾ, എത്ര കിലോമീറ്ററുകൾ, എത്ര സ്റ്റേറ്റുകൾ, ഇതൊന്നും ഞാൻ എണ്ണിയിട്ടില്ല. എല്ലാം ഈ സ്വപ്നത്തിനു വേണ്ടി. guys, ഓഫ് ചെയ്താ? വണ്ടി ഓണാക്ക്. ഓഫ് ചെയ്യില്ലേ?
ഓഫ് ചെയ്ത് ചിലപ്പോൾ സ്റ്റാർട്ടാവില്ല. എടാ ഓഫ് ചെയ്യല്ലേ, സ്റ്റാർട്ടായി. ചിലപ്പോൾ സ്റ്റാർട്ടാവില്ല. സ്റ്റിക്കർ എടുക്കടാ. മഞ്ഞ ഇവിടെ എന്തുണ്ട് ചോദിച്ചാ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ സാധനം മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ. ഇവിടെ എടുക്കടാ, ഇവിടെ എടുത്തു. അപ്പൊ ഞങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്താ സന്തോഷം പറയാ, സന്തോഷം പറയാ. വാക്കുകളില്ല. ഗുഡ് മോനെ, നമ്മളെത്തി. ഇത് കളിക്കല്ലേ. എന്ത് ഓപ്ഷൻ എടുക്കാം അല്ലേ? എക്സൈറ്റഡ് ആണ്, അതാണ്. വലിച്ചോ. ഞാൻ വരാം. ഡ്രീം അച്ചീവ് ചെയ്തതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും ഫോട്ടോകൾ എടുക്കുന്ന തിരക്കിലാണ്. ഞാനും എടുത്തു കുറച്ച് ഫോട്ടോകൾ. നാളേക്കുള്ള ഓർമ്മയ്ക്കായി ആ ഫോട്ടോകൾ ഇരിക്കട്ടെ. ഇത് പറയുമ്പോഴും ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പുണ്ടായിരുന്നു. ആ തണുപ്പിനെയൊക്കെ അവഗണിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നേരം കുറയും തോറും, സൂര്യൻ താഴും തോറും തണുപ്പിൻ്റെ വീര്യം കൂടി വന്നു. ഒരടി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ വന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഫോട്ടോകളും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങി. ഈ തിരിച്ചിറങ്ങുന്നതിനാണ് നമുക്ക് മുട്ടം പണി കിട്ടിയത്. ഉമ്ലിങ്ങയെല്ലാം കണ്ട് സന്തോഷിച്ച് തിരിച്ചിറങ്ങിയ ഞങ്ങൾക്ക് വഴിതെറ്റി. വഴിതെറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ആ ഷോർട്ട് കട്ട് വഴി കാണാനില്ല. എവിടെന്നോ അത് മിസ്സായിപ്പോയി. മാപ്പില്ല, ഫുഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഏറ്റവും ഭയാനകമായ കാര്യം എന്താണെന്ന് വെച്ചാൽ വഴി ചോദിക്കാൻ ഒരു മനുഷ്യ കുഞ്ഞു പോലും റോഡിൽ കണ്ടില്ല. ഏകദേശം ഒരു 3 മണിക്കൂറോളം ചുറ്റിയാണ് ഞങ്ങൾ റൂമെത്തിയത്. അതേവരെ ഒരു മനുഷ്യനെ പോലും ഞങ്ങൾ ഈ റോഡിൽ കണ്ടില്ല. അപ്പോൾ സോളോ ആയിട്ട് വരുന്നവർ വളരെ ശ്രദ്ധിക്കുക. വഴി തെറ്റിയ മക്കളെ പണി പാളും. ഏകദേശം 10:30 ഞങ്ങൾ റൂമിലെത്തി. ഇതിൽ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 7 മണിക്ക് മുന്നേ റൂമെത്തേണ്ട ഞങ്ങൾ 10:30 കഴിഞ്ഞിട്ടാണ് എത്തിയത്. വന്ന വഴികൾ ഏത് കാടിലൂടെയാണെന്ന് ഇപ്പോഴും ഒരു ഐഡിയയും ഇല്ല.
ഞാൻ എന്ത് വിചാരിച്ചോ തൊട്ടാലും കുഴപ്പമില്ല, തണുപ്പത്ത് എന്ത് ചെയ്യൂലേ, ഇടുന്നാലും കുഴപ്പമില്ലേ. ദൈവം തുണച്ചു. What navigator? You did lot of ഒന്ന് ചെറുതായി വഴിതെറ്റിയെങ്കിലും ഡ്രീം അച്ചീവ് ചെയ്തതിൻ്റെ സന്തോഷം അതിനേക്കാൾ മുകളിലായിരുന്നു. ഇതേ സന്തോഷത്തിൽ നാളെ നമ്മൾ മികില ട്രൈ ചെയ്യും. മികില കയറിയാൽ കേരളത്തിലെ ആദ്യത്തെ ടീം. അപ്പോൾ മികില വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.